You know just what you do to me. Play my emotions like a pair of puppet strings. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ലീഫ് ഡിസൈൻ ചെയ്യാമേ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. ലീഫ് പല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. നേരത്തെയുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് വേറൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. ഇത് നമുക്ക് കുർത്തിയുടെ യോക്കിന് ഒരു സിംഗിൾ ഡിസൈനായിട്ട് വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് വരച്ചിട്ട് അവിടെ ആയിട്ട് വരച്ച് വേണമെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാവേ. ഇതിൽ നമ്മൾ കട്ട് ബീഡ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് റിങ്ങയിൽ മെറ്റീരിയൽ നമുക്ക് വെക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഒരു പാരറ്റ് ഗ്രീൻ കളറിലെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് റിങ്ങയിൽ ഫിക്സ് ചെയ്യാമേ. റിങ് എടുത്തിട്ടുണ്ട്. അവത്തേൽ നല്ല രീതിയിൽ നമ്മൾ ആ മെറ്റീരിയൽ ടൈറ്റായിട്ടിരിക്കുന്ന രീതിയിൽ ഫിക്സ് ചെയ്ത് വേണം കൊടുക്കാൻ. മെറ്റീരിയൽ അയഞ്ഞിരുന്നാലും നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ വളരെ പാടായിരിക്കും. അത്ര ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും മെറ്റീരിയൽ നല്ല ഫിക്സായിട്ട് വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ, എന്നാൽ ഒരുപാട് വലിയാനും പാടില്ല. മെറ്റീരിയലിൻ്റെ ആ ഇപ്പോൾ ഹാൻഡ് വർക്ക് വരച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ആ ഹാൻഡ് വർക്കിൻ്റെ നമ്മൾ ആ വരച്ചതിൻ്റെ ഷേപ്പ് ഒന്നും പോവാത്ത രീതിയിൽ വലിച്ച് വെച്ച് വേണം നമുക്കത് ചെയ്യാനേ. ഇനി നമുക്ക് ആ ലീഫിൻ്റെ ഡിസൈൻ ഒന്ന് വരയ്ക്കാമേ. അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡിൽ ഒരു ലീഫിൻ്റെ ഡിസൈൻ പോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഒരുപോലെ 3 ലീഫ് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ബൈ ഹാൻഡായിട്ട് വേണമെങ്കിലും വരയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇത് പെൻസിൽ വെച്ചാണ് വരയ്ക്കുന്നത്. നിങ്ങൾ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലുണ്ടെങ്കിൽ അത് വെച്ച് വേണം വരയ്ക്കാൻ. ഒരിക്കലും പെൻസിലൊന്നും മെറ്റീരിയൽ യൂസ് ചെയ്ത് വരയ്ക്കരുത്, ഇത് പോകത്തില്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പെൻസിൽ വെച്ച് വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്കത് വരച്ചെടുക്കാവേ. ഗ്രീൻ കളറിലെ തന്നെ കട്ട് ബീഡ്സ് ആണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. പിന്നെ നോർമൽ നമ്മുടെ മിഷൻ ത്രെഡ്, നീഡിൽ നമ്പർ 12 നീഡിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇത് സ്റ്റാൻഡിലാണ് വെക്കുന്നത്. ഇത് വുഡൻ്റെ സ്റ്റാൻഡാണ്. ഇതിലാണ് ഞാൻ ഇത് വെക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നോർമലായിട്ട് ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2-3 തവണ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് 2-3 തവണ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കയറ്റി ഇറക്കിയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹാൻഡ് വർക്ക്. അപ്പം തുടങ്ങുന്നിടത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അഴിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നോർമലായിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് അതിൻ്റെ ആ ലീഫിൻ്റെ ആ തണ്ടുണ്ടല്ലോ അത് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും ബാക്ക് സ്റ്റിച്ച്. ഓരോ ബീഡ്സായിട്ട് എടുത്ത് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ആ ലൈന് നമ്മളങ്ങ് ചെയ്യുവാണേ. I'd meet you anywhere if it brought me closer to you.
Distance is killing me, you make it so hard. Won't you let me love you, babe? Used to be optimistic, these days I just don't know. Pick a fence in the valley, I hope it's losing its cold. ഇനി നമുക്ക് ലീഫിൻ്റെ ഔട്ട്ലൈനും അതുപോലെ തന്നെ ആ നടുക്കത്തെ ആ വരയുണ്ടല്ലോ അത് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാവേ. ഇതെല്ലാം ഒരേ സ്റ്റിച്ച് തന്നെയാണ്. ഇനി വരുന്നത് ഫുള്ള് ഒരേ സ്റ്റിച്ച് തന്നെയാണ് വരുന്നത്. സാധാരണ നമ്മൾ ചെറിയ ലീഫൊക്കെ ചെയ്യുമല്ലോ അതുപോലെ തന്നെ 3 കട്ട് ബീഡ്സ് വീതം എടുത്തിട്ട് ആദ്യം 3 കട്ട് ബീഡ്സ് ജസ്റ്റ് ഒന്ന് ചരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം ആദ്യം സ്റ്റിച്ച് ചെയ്ത 3 കട്ട് ബീഡ്സിൻ്റെ അവിടുന്ന് രണ്ടാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ബീഡിൻ്റെ ലാസ്റ്റിൽ നിന്ന് തുടങ്ങി അടുത്ത 3 ബീഡ് എടുത്ത് അങ്ങനെ സൈഡിൽ മനസ്സിലായോ? അത് ഒന്ന് കയറ്റിയാണ് ചെയ്യുന്നത്. അതായത് ആദ്യം 3 ബീഡ് വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒരു ബീഡ് കയറ്റി സൈഡിൽ നിന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ ലൈൻ മൊത്തം നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഔട്ട് ലൈനും ഇതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. Chasing waterfalls. Oh, 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 you've got me. Chasing waterfalls. Oh, oh, you got me. Chasing waterfalls. Oh, you got me. Chasing waterfalls. ഇനി നമുക്ക് ലീഫിൻ്റെ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യാവേ. ഇത് മറ്റേതുപോലെ തന്നെ 3 ബീഡ് വീതം ആദ്യം ഒന്ന് ചരിച്ചൊന്ന് ചെയ്തിട്ട് രണ്ടാമത്തെ ബീഡിൻ്റെ സൈഡിൽ നിന്ന് എടുത്ത് ആ ഔട്ട്ലൈനിൽ കുത്തി ഇറക്കിയാൽ മതി. അപ്പം കറക്റ്റായിട്ട് നമുക്ക് ആ ഷേപ്പിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് നോക്കുമ്പം ഒരു പിരിഞ്ഞ് നിൽക്കുന്ന മാതിരിയാണ് അതിൻ്റെ ആ ഡിസൈൻ മൊത്തം ചെയ്ത് കഴിയുമ്പം കാണുന്നത്. നല്ല ഭംഗിയായിരിക്കും അത് ചെയ്ത് കഴിയുമ്പം. അപ്പം നമുക്ക് നമ്മുടെ ഇതനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിൽ ഈ ഡിസൈനെ നമുക്ക് സ്ലീവിൽ ചെയ്യാം. സ്ലീവിലൊക്കെ ഒരു സിംഗിൾ ഡിസൈനായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ യോക്കിൽ നടുക്കൊരു സിംഗിൾ ഡിസൈനായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇത് തന്നെ വലിപ്പം കുറച്ച് വരച്ച് പലയിടത്തായിട്ട് യോക്കിൻ്റെ പല സൈഡിലായിട്ട് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ രൂപവും വലിപ്പവും ഒക്കെ മാറ്റി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ മാറ്റിയെടുത്ത് ചെയ്യാവുന്നതാണ്. Times I came through, I'd meet you anywhere if it brought me closer to you. Distance is killing me, you make it so hard. Won't you let me love you, babe? Used to be optimistic, these days I just don't know. Pick a fence in the valley, I hope it's losing its hold. You know that other girls won't love you like I do. Can't afford to give up on you. And you know I wouldn't do that to you. You know I wouldn't treat you that way. No, I've been running, can't catch up. Oh love, what I won't do. Oh, you got me chasing waterfalls. Oh, you got me chasing waterfalls.
അപ്പം ഞാൻ ഒരു ലീഫ് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇനി ബാക്കി 2 ലീഫും ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ അമർത്തിയേക്കണേ. കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Chasing waterfall.